സൂക്തം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വലിയ മഹത്വമുള്ള ഒരു ആയത്താണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ഈ മഹത്തായ ആയത്ത്. അതിന്റെ ബഹുമാനം മാത്രം നാം പറയാൻ ഒരുമ്പെട്ടാൽ മഹാന്മാരായ പണ്ഡിതന്മാർ പറഞ്ഞതിൽ നിന്ന് ഉദ്ധരിച്ചുകൊണ്ട് സംസാരിച്ചാൽ അതിനു തന്നെ എത്രയോ ദിവസങ്ങൾ നാം സംസാരിക്കേണ്ടി വരും. 19 അക്ഷരങ്ങളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്നതിലുള്ളത്. നരകം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ടത് സബാനിയാക്കളായ മലക്കുകൾ 19 മലക്കുകളാണ്. അലൈഹാ 19. ഈ 19 മലക്കുകളുടെയും നരകം കൊണ്ട് ഏൽപ്പിക്കപ്പെട്ട 19 സബാനിയാക്കളായ മലക്കുകളുടെയും അദാബിൽ നിന്ന് മനുഷ്യന് രക്ഷ കിട്ടാൻ കാരണമാകുന്ന 19 അക്ഷരങ്ങളടങ്ങുന്ന സൂക്തമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. രാത്രിയും പകലും കൂടി 24 മണിക്കൂറുകളാണ്. അതിൽ 5 മണിക്കൂറുകളിൽ നമുക്ക് 5 നേരത്തെ നിസ്കാരം ഉണ്ട്. ഈ 5 കഴിഞ്ഞ് 19 മണിക്കൂറുകൾ നിസ്കാരം ഉൾക്കൊള്ളാത്ത മണിക്കൂറുകൾ, ഫർളായ നിസ്കാരം ഉൾക്കൊള്ളാത്ത മണിക്കൂറുകൾ ഉണ്ട്. ഈ 19 മണിക്കൂറുകളിലും മനുഷ്യന് സംഭവിക്കുന്ന തെറ്റുകൾ പൊറുക്കപ്പെടാൻ കാരണമാകുന്ന 19 അക്ഷരങ്ങളാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ഇമാം ഫഖ്റുദ്ദീൻ റാസി റഹ്മത്തുള്ളാഹി അലൈഹി അവിടുത്തെ തഫ്സീറുൽ കബീറിൽ ഈ കാര്യം വിവരിച്ചിട്ടുണ്ട്. സൂറത്തുൽ ഫാത്തിഹ മുതൽ എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് ഉണ്ട്. എന്നാൽ സൂറത്തു തൗബയിൽ തുടക്കത്തിൽ ഈ ആയത്ത് ഇല്ല. അതിന്റെ തുടക്കത്തിൽ ബിസ്മി ചൊല്ലുന്നത് ഹറാമാണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്, കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും ഉണ്ട്. ഏതായിരുന്നാലും വിരോധിക്കപ്പെട്ടതാണ്. സൂറത്തു തൗബയുടെ മധ്യത്തിൽ വെച്ച് ഓതുകയാണെങ്കിൽ ബിസ്മി ഓതൽ കറാഹത്താണെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുമുണ്ട്, സുന്നത്താണെന്ന് അഭിപ്രായപ്പെട്ടവരും ഉണ്ട്. ഏതായിരുന്നാലും സൂറത്തു തൗബയിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന ആയത്ത് കൊണ്ട് സൂറത്തു തൗബ ആരംഭിക്കപ്പെട്ടിട്ടില്ല. അതിന് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു കാരണം പറയുന്നു, ലമ്മാ കാനത്ത് സൂറത്തു തൗബതി മുസ്തമിലതൻ അലൽ അംരി ബിൽ ഖിതാലി ലം യുക്തബ് ഫീ അവ്വലിഹാ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സൂറത്തു തൗബ എന്ന് പറയുന്ന മഹത്തായ സൂറത്ത് അനിവാര്യ ഘട്ടത്തിൽ പരിശുദ്ധ ഇസ്ലാമിനെ നശിപ്പിക്കാൻ, മുസ്ലിമീങ്ങളെ നശിപ്പിക്കാൻ വേണ്ടി വന്ന മക്കയിലെ അതുപോലുള്ള മുശ്രിക്കുകൾ മുസ്ലിമീങ്ങളെയും ഇസ്ലാമിനെയും പാടെ നശിപ്പിക്കാൻ വേണ്ടി എല്ലാ കുതന്ത്രങ്ങളും മെനയുകയും റഹ്മത്തുല്ലിൽ ആലമീനായി ലോകത്തിന് മുഴുവനും കാരുണ്യം ചൊരിയുന്ന വ്യക്തിയായി ഏറ്റവും നല്ല സ്വഭാവത്തോടെ, ഏറ്റവും നല്ല സൗഹാർദ്ദത്തോടെ, ഏറ്റവും നല്ല സ്നേഹത്തോടെ
ലോകത്ത് സർവ ആശയങ്ങളും മനുഷ്യ സമൂഹത്തിനാവശ്യമായ എല്ലാ കാര്യങ്ങളും കൽപ്പിക്കുകയും മനുഷ്യന് ഗുണകരമല്ലാത്ത, ദോഷം സംഭവിക്കുന്ന, ദൂഷ്യം അനുഭവപ്പെടുന്ന എല്ലാ മാലിന്യങ്ങളെയും വിരോധിക്കുകയും ചെയ്ത ലോകത്തിന്റെ നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ സ്വന്തം വീട്ടിൽ കിടന്നുറങ്ങുമ്പോൾ വരെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ വേണ്ടി വീട് വന്ന് വളയുകയും അങ്ങനെ ആ വീട്ടിൽ നിന്നും അത്ഭുതകരമായി സൂറത്ത് യാസീൻ എന്ന മഹത്തായ സൂറത്തോതി, സൂറത്ത് യാസീനിന്റെ തടലിൽ, യാസീനിന്റെ കാവലിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വീട്ടിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു. 450-500ഓളം കിലോമീറ്റർ അകലെ മദീനയിലേക്ക് പോയി. അവിടെ നിന്ന് സമാധാനപരമായ അന്തരീക്ഷത്തിൽ സുന്ദരമായ ആശയങ്ങൾ പ്രചരിപ്പിച്ച അഷ്റഫുൽ ഖൽഖ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വീണ്ടും ആക്രമിക്കാനും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ആക്രമിക്കാൻ, സമ്പത്തുകൾ ഒരുമിച്ച് കൂട്ടാനും, അതിനുവേണ്ടി ബിസിനസ് നടത്താനും, അതിലൂടെ ലഭിക്കുന്ന സമ്പത്തുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കും അനുയായികൾക്കും എതിരെ തിരിക്കാൻ ഇറങ്ങിപ്പുറപ്പെട്ട ഇസ്ലാമിന്റെ കഠിന വിരോധികളായ മുശ്രിക്കുകൾ, ആ മുശ്രിക്കുകളെ അവർ ഇങ്ങോട്ട് അക്രമം നടത്തിയതാണ്. വീട്ടിൽ ഉറങ്ങാനും കിടക്കാനും ജീവിക്കാനും അനുവദിക്കാതിരുന്നതാണ്. എന്നിട്ടും വീട്ടിൽ നിന്ന് പോകുന്ന സമയത്തും ആളുമെടുത്ത് പിന്നാലെ ആളെ പറഞ്ഞയച്ചവരാണ്. പിന്നെയും മദീനയിലും താമസിച്ച് ജീവിച്ച് സുന്ദരമായ ആശയം പ്രചരിപ്പിക്കാൻ, ധാരാളം തടസ്സങ്ങൾ സൃഷ്ടിക്കാൻ ശ്രമിക്കുകയാണ്. അങ്ങനെയുള്ള ശത്രുക്കൾ, ആ ശത്രുക്കളെ നേരിടാതെ നിർവാഹമില്ലാത്ത സാഹചര്യത്തിൽ, അതും ഏതെങ്കിലും വ്യക്തികളോ അല്ലെങ്കിൽ അല്പം ആളുകളോ ഒരു കമ്മിറ്റി ഉണ്ടാക്കി ഭീകരവാദ പ്രവർത്തനം നടത്തുന്ന ശൈലിയിൽ അല്ല, മറിച്ച് മദീനയുടെ ഭരണാധികാരിയായി ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചതിന് ശേഷം, ആ ഇസ്ലാമിക രാഷ്ട്രം സ്ഥാപിച്ചത് നിങ്ങൾക്കറിയാം, മദീനയിൽ ചെന്ന് യുദ്ധം ചെയ്തുകൊണ്ടല്ല. ആ നാട്ടുകാർ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാകുന്ന നേതാവിനെ വളരെ സ്നേഹത്തോടെ ആദരവോടെ വരുന്ന സമയത്ത് തന്നെ, അതൊരു റബീഉൽ അവ്വൽ 12 നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനവുമായിരുന്നു. അല്ലാഹു അക്ബർ ജാഅ മുഹമ്മദ്, അല്ലാഹു അക്ബർ ജാഅ റസൂലുള്ളാഹ് എന്ന് ആഗതരായി വരുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ തക്ബീർ ചൊല്ലി, അതേ തക്ബീർ ചൊല്ലി നബി വരുന്ന സന്തോഷം വിളിച്ചു പറഞ്ഞുകൊണ്ട് ദപ്പും മുട്ടിയിട്ട് അതേ പലരും അവിടെ നിന്ന് സ്വാഗതം ചെയ്യുകയും, അങ്ങനെ വന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ വരവ് വന്ന ദിവസം ജന്മദിനവുമാണല്ലോ. അതുകൊണ്ട് ത്വലഅൽ ബദ്റു അലൈനാ മിൻ ഹനിയത്തിൻ ദാഇ വജബ ശുക്രു അലൈനാ മദഅ ലില്ലാഹി ദാഇ അയ്യുഹൽ മബ്ഊസ് ഫീനാ جئت بالأمن المطاع جئت شرفت المدينة مرحبا يا خير داعي. ഓ ഞങ്ങളിലേക്ക് നിയോഗിക്കപ്പെട്ട നബിയേ, അവിടുന്ന് കൊണ്ടുവന്ന എല്ലാ ആശയങ്ങളും അനുസരിക്കപ്പെടേണ്ടതാണ്, സ്വീകരിക്കപ്പെടേണ്ടതാണെന്ന് ഞങ്ങളിതാ ഉറക്കെ പ്രഖ്യാപിക്കുന്നു. മദീന മർഹബാ യാ ഖൈറ ദാഇ. തങ്ങൾ ഞങ്ങളുടെ നാട്ടിലേക്ക് വന്നപ്പോൾ ഞങ്ങളുടെ നാട് പുണ്യഭൂമിയായിപ്പോയി നബിയേ. നബിയേ തങ്ങൾക്ക് സ്വാഗതം നബിയേ.
സന്മാർഗത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രബോധകരായി ഞങ്ങളുടെ നാട്ടിലേക്ക് വന്ന തങ്ങൾക്ക് സ്വാഗതം സ്വാഗതം നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനമായ റബീഉൽ അവ്വൽ 12 തിങ്കളാഴ്ച മദീനയിൽ ആഗതരാകുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നബി തങ്ങളുടെ മൗലിദും ചൊല്ലി ബഹുമാനവും ചൊല്ലി മദ്ഹും ചൊല്ലി സ്വീകരിച്ച സഹാബികളുണ്ടല്ലോ. ആ സഹാബികളുടെ നേതാവായി മദീന നിവാസികളുടെ ഭരണാധികാരിയായി അന്ന് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാമിക രാഷ്ട്രത്തിന്റെ തലവനായി തീർന്നു. ആ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ഇസ്ലാമിക രാഷ്ട്രത്തെ നശിപ്പിക്കാനും തോൽപ്പിക്കാനും ഇസ്ലാമിക രാഷ്ട്രത്തിൽ സുന്ദരമായ ജീവിതം നയിക്കുന്ന മുസ്ലിം ഉമ്മത്തിനെ നശിപ്പിക്കാനും വീണ്ടും ശത്രുക്കൾ കൊഴുപ്പുകൂട്ടുകയും അവരുമായി നടന്ന സന്ധികൾ പലതും ഉടമ്പടികൾ പലതും അവർ ലംഘിക്കുകയും വീണ്ടും അക്രമത്തിന് കൊഴുപ്പുകൂട്ടുകയും ചെയ്തപ്പോ പരിശുദ്ധ ഖുർആൻ ഈ ശത്രുക്കളെ വാളുകൊണ്ട് നേരിടുക, അതേ എയ്തുകൊണ്ട് നേരിടുക, അങ്ങനെ തൊടുത്തുവിട്ടുകൊണ്ട് നേരിടുക, അതല്ലാതെ നിർവാഹമില്ലെന്ന രംഗം വന്നപ്പോ ഖുർആൻ ചോദിക്കുകയാണ്, അലാ തുഖാതിലൂന ഖൗമൻ നകസൂ അയ്മാനഹും, ഉടമ്പടികൾ ലംഘിച്ച് പ്രവർത്തിക്കുന്ന ജനങ്ങളോട് നിങ്ങൾ പോരാട്ടം നടത്തുന്നില്ലേ? വഹമ്മൂ ബി ഇഖ്റാജിർ റസൂൽ, മഹാനായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നാട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുപോകാൻ, ആ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ അവർ കരുതുകയും പ്രവർത്തിക്കുകയും ചെയ്തുവല്ലോ. വഹും ബദഊകും അവ്വല മർറ, ആ ശത്രുക്കൾ നിങ്ങളെ ഇങ്ങോട്ട് ആദ്യമായി നേരിട്ടതാണല്ലോ, നിങ്ങളെ വന്ന് എതിർപ്പ് കാണിച്ചതാണല്ലോ, നിങ്ങളെ ആക്രമിച്ചതാണല്ലോ. ഇസ്ലാം സമാധാനത്തിന്റെ മതമാണല്ലോ, ആരെയും അങ്ങോട്ട് ആക്രമിക്കുന്ന മതമല്ല, ആരെയും അങ്ങോട്ട് എന്തെങ്കിലും ചെയ്യുന്ന മതമല്ല, മർദ്ദനത്തിലും അക്രമത്തിലും വിശ്വസിക്കുന്ന മതമല്ല, സമാധാനം പഠിപ്പിക്കുന്ന മതമാണ്. പക്ഷേ സർവ്വ ഉടമ്പടികളും അവർ ലംഘിക്കുകയാണല്ലോ, അവർ മുഹമ്മദ് നബിയെ പുറത്താക്കാൻ ശ്രമിക്കുകയാണല്ലോ. വഹും ബദഊകും അവ്വല മർറ, അവരാണല്ലോ ഇങ്ങോട്ട് തുടക്കം കുറിച്ചത്, സംഘട്ടനത്തിനും യുദ്ധത്തിനും തുടക്കം കുറിച്ചത് അവരാണല്ലോ. എന്നിരിക്കെ നിങ്ങൾ അവരോട് പോരാടി നിലനിൽക്കുന്നില്ലേ? അതഖ്ശൗനഹും ഫല്ലാഹു അഹഖു അൻ തഖ്ശൗ ഇൻ കുൻതും മുഅ്മിനീൻ, നിങ്ങൾ അവരെ ഭയപ്പെടുകയാണോ? ഭയപ്പെടാൻ അർഹതപ്പെട്ടവൻ അല്ലാഹുവല്ലേ, നിങ്ങൾ സത്യവിശ്വാസികളാണെങ്കിൽ. ഈ അർത്ഥം വരുന്ന ആയത്തടക്കം ഇസ്ലാമിന്റെ വിരോധികളെ നേരിടാൻ പ്രചോദനം നൽകുന്ന, യുദ്ധത്തിന് പ്രചോദനം നൽകുന്ന അനിവാര്യ ഘട്ടത്തിലാണ്, ആവശ്യം വന്നപ്പോഴാണ്, ഇങ്ങോട്ട് തുടങ്ങിയപ്പോഴാണ്, ഉടമ്പടികൾ കരാറുകൾ ലംഘിച്ചപ്പോഴാണ്, നബിയെ നാട്ടിൽ നിന്ന് പുറത്താക്കാൻ വേണ്ടി ശ്രമിച്ച് പ്രവർത്തിച്ചതുകൊണ്ടാണ്. അങ്ങനെ അനിവാര്യ ഘട്ടത്തിൽ യുദ്ധത്തിന്റെ രംഗം വന്നപ്പോ ആ യുദ്ധത്തിന് വേണ്ടി ഖുർആൻ നിർദ്ദേശം നൽകുന്ന ഇത്തരം ആയത്തുകളുള്ള ഒരു സൂറത്താണ് സൂറത്തു തൗബ. അതുകൊണ്ട് തന്നെ അതിന്റെ തുടക്കത്തിൽ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം എഴുതപ്പെട്ടില്ല. കാരണം റഹ്മാൻ എന്ന് പറയുന്ന വാചകവും റഹീം എന്ന് പറയുന്ന വാചകവും അല്ലാഹുവിന്റെ കാരുണ്യത്തിന്റെ മേൽ അറിയിക്കുന്ന വാചകമാണല്ലോ. ഇവിടെ യുദ്ധം പറയുന്ന ആയത്താണല്ലോ. അതുകൊണ്ട് യുദ്ധം, ആ യുദ്ധത്തിന് പരിശുദ്ധ ഇസ്ലാം അനുകൂലമല്ലെന്നും അനിവാര്യ ഘട്ടത്തിൽ അതിനെ അനുകൂലിക്കുകയാണെന്നും അനിവാര്യ ഘട്ടത്തിൽ അതിന് കൽപ്പിക്കുകയാണെന്നും അല്ലാഹുവിന്റെ നയം എല്ലാവരെയും കൊന്നൊടുക്കലല്ല, എല്ലാവരിലേക്കും കത്തിരുട്ടലല്ല, അല്ലാഹുവിന്റെ നയം വാള് കാണിക്കലല്ല, അല്ലാഹുവിന്റെ നയം ബോംബ് നിർമ്മിക്കലല്ല, അല്ലാഹുവിന്റെ നയം കാരുണ്യമാണ്. അതുകൊണ്ട് റഹ്മാൻ റഹീം എന്ന് പറയുന്ന വിശാലമായ കാരുണ്യത്തിന്റെ മേലറിയിക്കുന്ന ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന വാചകം യുദ്ധം പരാമർശിക്കപ്പെടുന്ന പ്രത്യേക സൂറത്തായതുകൊണ്ട് സൂറത്തു തൗബയുടെ തുടക്കത്തിൽ കൊടുക്കേണ്ടതില്ല
എന്ന് നിശ്ചയിക്കപ്പെട്ടു. ഇമാം ഫഖറുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു സൂറത്തുൽ തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ഇല്ലാത്തതിന്റെ കാരണം എന്താണ് എന്ന് അവിടുത്തെ തഫ്സീറുൽ കബീറിൽ വിശദീകരിക്കുകയാണ്. സഹോദരന്മാരെ, അങ്ങനെ സൂറത്തുൽ തൗബ ഒഴിച്ച് ബാക്കിയുള്ള എല്ലാ സൂറത്തുകളുടെയും തുടക്കത്തിൽ നാം കാണുന്ന മഹത്തായ സൂക്തമാണ് ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം.